എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡൊമിനിക്, പുണ്യാളൻ, പൊന്മാൻ, രേഖാചിത്രം, തങ്കമണി തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് ഡൊമിനിക്കിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. സിനിമ ഒരു ത്രില്ലറായിരുന്നു. ഗോകുൽ സുരേഷും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഡൊമിനിക് സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ഡൊമിനിക് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിലായിരിക്കും OTT റിലീസ് ഉണ്ടാവുന്നത്. അതായത് നാളെയാണ് സിനിമ റിലീസായിട്ട് ഒരു മാസമാവുന്നത്. ഇന്ന് രാത്രി ഡൊമിനിക് റിലീസാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സംക്രാന്തിയിൽ വസുനാമ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ഈ സിനിമയുടെ OTT റിലീസ് മാർച്ച് 1-നാണ്. മലയാളം വെർഷനും വരുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ടെനന്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു തെലുങ്ക് സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ സൺനെസ്റ്റിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഞാൻ കണ്ടത സാറേ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രജിത്താണ് സിനിമയിലെ നായകൻ. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് 14 ഫെബ്രുവരി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ഇന്ന് റിലീസായിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പ്രാവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദുൽഖർ സൽമാൻ വിതരണാവകാശം വാങ്ങിയ സിനിമയായിരുന്നു പ്രാവ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബോട്ടിൽ രാധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഗുരു സോമസുന്ദരമാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇന്ന് ആഹ OTT വഴി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ആവറേജ് അഭിപ്രായമാണ് പുണ്യാളൻ സിനിമയ്ക്ക് ലഭിച്ചത്. അർജുൻ അശോകൻ, അനശ്വര, ബാലു വർഗീസ് ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ പുണ്യാളൻ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസാകും. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ഫെബ്രുവരി 25-നായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പൊന്മാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സജിൻ ബേസിലാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോഴിതാ പൊന്മാൻ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിലായിരിക്കും ആമസോൺ പ്രൈമിൽ പൊന്മാൻ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു വല്ലാത്ത ജാതി ജാതകം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിനീത് ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി മൂവിയാണ്. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് ഒരു ജാതി ജാതകം എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റായിരുന്നു രേഖാചിത്രം. കിഷ്കിണ്ട് കാണത്തിന് ശേഷം ആസിഫ് അലി അഭിനയിച്ച ഒരു ത്രില്ലർ സിനിമയാണ് രേഖാചിത്രം. അനശ്വര രാജനാണ് സിനിമയിലെ നായിക. ഈ സിനിമയുടെ OTT സോണി ലീവാണ് വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് 7-നാണ് രേഖാചിത്രം സോണി ലീവിൽ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നിന്ന് ആവറേജ് അഭിപ്രായമാണ് തങ്കമണിക്ക് ലഭിച്ചത്. സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ പരാജയപ്പെട്ടു. ദിലീപ് നിതാപള്ളിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ OTT കാത്തിരുന്നവർക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. തങ്കമണി OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് മുന്നേ തങ്കമണി എന്ന സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നിറഞ്ഞാടിയ സിനിമയാണ് ഹലോ മമ്മി. കഴിഞ്ഞ ഡിസംബറിലാണ് സിനിമ റിലീസായത്. ഷറഫുദ്ദീനും ഐശ്വര്യലക്ഷ്മിയുമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു കോമഡി ഹൊറർ മൂവിയാണ് ഹലോ മമ്മി. ഹലോ മമ്മിക്ക് നല്ല കളക്ഷനാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹലോ മമ്മി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തിൽ ഹലോ മമ്മി റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്ത ആഴ്ചയായിരിക്കും ഹലോ മമ്മിയുടെ OTT റിലീസ്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ടിന് തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് സിനിമയുടെ OTT ലേറ്റ് ആവുകയായിരുന്നു. ഇപ്പോഴൊടുവിൽ ഹണ്ട് സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്.
ഹണ്ട്. ഭാവനയാണ് സിനിമയിലെ നായിക. ഒരു ത്രില്ലർ ഹൊറർ മൂവിയാണ് ഹണ്ട്. ഹണ്ട് സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഫെബ്രുവരി 28 മുന്നേ ഹണ്ട് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കിയേക്കും. സർപ്രൈസ് ആയിട്ടായിരിക്കും സിനിമ വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.